കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകുടി സ്കൂളിലെ അധ്യാപിക ലിൻസി സെബാസ്റ്റ്യൻ ശിഷ്യർക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനങ്ങളുടെ താക്കോൽദാനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. 6.5 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് മനോഹരമായ സ്നേഹഭവനം ഒരുക്കിയത്. മുരിക്കാട്ടുകുടി സ്കൂളിലെ അധ്യാപിക ശിഷ്യർക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ടീച്ചർ നിർമ്മിച്ചു നൽകുന്ന 8ാമത്തെയും 9ാമത്തെയും വീടിന്റെ താക്കോൽദാനമാണ് നടന്നത്. ടീച്ചർ നിർമ്മിച്ചു നൽകുന്ന വീടായ മുരിക്കാട്ടുകുടി തടത്തിപ്പറമ്പിൽ മല്ലികയുടെ വീട്ടിൽ വെച്ചാണ് താക്കോൽദാനം നടന്നത്. ഇലഞ്ഞി പെരുമ്പടവും സ്വദേശികളായ റിയാദിൽ ജോലി നോക്കുന്ന ബിജു സാലി ദമ്പതികളുടെ സഹായത്തോടെയാണ് ലിൻസി ടീച്ചറും ഭർത്താവ് സെബാസ്റ്റ്യനും ചേർന്ന് മനോഹര ഭവനങ്ങൾ നിർമ്മിച്ചത്. ഓരോ വീടുകൾക്കും 6.5 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നിയമപരമായ ചില കുരുക്കുകൾ കൊണ്ട് മാത്രം സാധിക്കാതെ വരുമ്പോൾ അവരും അനാഥരാകുന്നു, വീടില്ലാത്തവരായി മാറുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ലിൻസി ടീച്ചറിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതാ ജയൻ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്നത് ഒരു അനുഗ്രഹമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ കുറെ കൂടി സാധ്യതയുണ്ടായി. ആ കുടുംബത്തിന് മറ്റ് പലതരത്തിലും പല സ്വാധീന മേഖലയിലും ടീച്ചറിൻ്റെ ശക്തി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ പണം കണ്ടെത്തി മനോഹരമായ 2 വീടുകളാണ് പണി പൂർത്തീകരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ടും കൂടി ആകുമ്പോൾ 9 വീടുകൾ ആ നിലയിൽ ടീച്ചറിന് താല്പര്യപൂർവ്വം പണിത് കൊടുക്കാനായിട്ട് സാധിച്ചു. മുരിക്കാട്ടുകുടി സ്കൂളിൽ പഠിക്കുന്ന 2 കുടുംബങ്ങളിൽ നിന്നുള്ള 4 കുട്ടികൾക്കായാണ് 2 ഭവനങ്ങൾ ലിൻസി സെബാസ്റ്റ്യൻ ദമ്പതികളുടെ കരസ്പർശത്താൽ തല ഉയർത്തിയത്. ലിൻസി ടീച്ചർ ഭവന സന്ദർശനത്തിലൂടെയും ഇടുക്കി വിഷനിലൂടെയും കുട്ടികളുടെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞാണ് സ്നേഹഭവന നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചത്. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് മനോഹര ഭവനം ഒരുക്കി നൽകുന്നത്. അധ്യാപനത്തിനൊപ്പം സാമൂഹ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്ന ടീച്ചറും മരിയൻ കോളേജ് ജീവനക്കാരനുമായ ഭർത്താവ് സെബാസ്റ്റ്യനും നാടിന്റെ താരങ്ങളാണ്. ഇവരുടെ മഹാമനസ്കതയിൽ 9 നിർധന കുടുംബങ്ങൾക്കാണ് അടച്ചുറപ്പുള്ള വീട് ഉയർന്നത്. താക്കോൽദാന ചടങ്ങിൽ കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ലിൻസി ടീച്ചർ ഭദ്രദീപം തെളിച്ചു. യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ജോമോൻ പടിപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ചിയാർ പഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ തെക്കൽ, റോയി എവറസ്റ്റ്, രമണി സുരേന്ദ്രൻ, ഹെഡ്മാസ്റ്റർ മുനിസ്വാമി, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ, പ്രിൻസ് മറ്റപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.